വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫിഷ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മക്രോണയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കുക. ചൂടായി വന്ന പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും ചേർത്ത് കൊടുക്കുക, പേസ്റ്റാക്കിയത്. ഇനി സവാള ചേർക്കാം. സവാള വാടി വന്നു കഴിഞ്ഞാൽ ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ഒന്ന് ഹാഫ് കുക്ക് ആകുമ്പോൾ ബാക്കി വെജിറ്റബിൾസായ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റ്, ക്യാബേജ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കായി വരുമ്പോഴേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ ചേർത്താലും മതി. ടൊമാറ്റോ ചേർക്കുമ്പോൾ സവാള വാടിയതിന് ശേഷം ടൊമാറ്റോ ചേർക്കാം. ഇനി അവയെല്ലാം കൂടി ഒന്ന് മിക്സായി നന്നായിട്ട് യോജിച്ച് വരുമ്പോഴേക്കും മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം കൂടി ചേർക്കാം. അതെല്ലാം കൂടി ഒന്ന് റോസ് സ്മെല്ലൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാൻ ടൂണയാണ് ചേർക്കുന്നത്, ടിൻ ഫിഷാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്താൽ അങ്ങനെ ചേർത്താലും മതി. അപ്പോൾ നല്ല കുറച്ച് വലിയ മീൻ നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിച്ച് വന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കറിലൊരു 4 വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വേവിച്ച പാസ്തയിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്രീൻ പീസും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ടൈം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരു 15-20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടും കൂടി ഒന്ന് യോജിച്ച് വരുന്നത് വരെ വെക്കണം. ഇനി പുളിപ്പിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഇപ്പോൾ എനിക്ക് ടൊമാറ്റോ പേസ്റ്റിൽ പുളി ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതിലോട്ട് കുറച്ച് ഒലിവ് ഓയിലും ഒഴിക്കാം. നമ്മൾ കഴിക്കുമ്പോൾ സെർവ് ചെയ്യുമ്പോഴും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്.